നമസ്കാരം. നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലായിടത്തും AI എന്ന് നമ്മുടെ ടാഗ് ലൈൻ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ AI യൂസ് ചെയ്താണ് എല്ലാ ടെക്നോളജീസും അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടെക്നോളജീസ് ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് സൈബർ സെക്യൂരിറ്റിയിൽ AI കടന്നുകയറ്റം നല്ലതാണോ അല്ലെങ്കിൽ ചീത്തയാണോ എന്നതിനെക്കുറിച്ച്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റജോടാണ്. നമ്മുടെ സൈബർ സെക്യൂരിറ്റി ഇപ്പോൾ ഇതിലേക്ക് AI നല്ലതായിട്ട് കടന്നു കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന സ്റ്റേജിൽ അതിനെ എത്രമാത്രം പോസിറ്റീവായിട്ട് എന്നെ കാണുന്നു? ആക്ച്വലി ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇൻ ദ സെൻസ് ഓഫ് അറ്റാക്കർ ആൻഡ് ഡിഫൻഡർ പെർസ്പെക്റ്റീവ് ലൈക്ക് AI ഈസ് ഇപ്പോൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് ആക്ച്വലി. ലൈക്ക് ഇപ്പോൾ ഇപ്പോൾ ഈവൻ വെബ് ആപ്ലിക്കേഷൻസ് ജസ്റ്റ് പ്രൊവൈഡിങ് ദ URL, the agents are able to find deep vulnerabilities in the system. അത് അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലി ഇപ്പോൾ ഒരു വൾണറബിലിറ്റീസൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ മാനുവലി ഉള്ള എഫേർട്ട് വാസ് വെരി ഹൈ. Now with tools, attackers can make that barrier very down to the earth. So അറ്റാക്കേഴ്സിന് ഇപ്പോൾ ഭയങ്കര ഈസിയാണ് ഒരു വൾണറബിലിറ്റി കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാനോ ഒക്കെ ഭയങ്കര ഈസി ആയിട്ട് വന്നിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് എ ത്രെട്ട്, ബട്ട് everything has another side as well. So mostly defenders also using AI agents to defend the system. So അതും കയറി വരുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് അബൌട്ട് ഹൂ അക്സെപ്റ്റ് the technology more faster. That's like if attackers are using AI, then they are winning. Okay. Defenders is using, they are winning. Okay. അക്ഷയാണ്. നമ്മൾ ഇപ്പം പറഞ്ഞായിരുന്നല്ലോ, അപ്പോൾ സൈബർ സെക്യൂരിറ്റിയിൽ ഇപ്പോൾ ഒരു കമ്പനി പെർസ്പെക്റ്റീവിലും നമുക്ക് കൺസിഡർ ചെയ്യാം, അതുപോലെ തന്നെ ഒരു ജനറൽ പബ്ലിക്കിൻ്റെ പെർസ്പെക്റ്റീവിലും കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഒരു കമ്പനി പെർസ്പെക്റ്റീവിൽ മാനേജ്മെൻറ്റ് പെർസ്പെക്റ്റീവ് ചിന്തിക്കാനും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഡീപ്പ് കോഡിങ്ങിൻ്റെ പെർസ്പെക്റ്റീവിലും കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഒരു മാനേജ്മെൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ AI ഇമ്പോർട്ടൻസ് എന്താണ് ഒരു കമ്പനിയിൽ വേണ്ടത്, അതായത് നമ്മൾ ഏത് രീതിയിൽ അതിനെ പോസിറ്റീവ് രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും, അതുപോലെ നെഗറ്റീവ് ഉണ്ടാവും. പക്ഷേ അതിനെ എങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട് AI യൂസ് ചെയ്യാൻ പറ്റും ഡെവലപ്മെൻറ്റ് പെർസ്പെക്റ്റീവ്? കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളാണ്. എല്ലാവരും പറഞ്ഞു, ക്വസ്റ്റ്യനിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ടെക്നോളജി, അഡ്വാൻസ്മെൻറ്റ് ഓഫ് ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ദ ലെവൽ ഓഫ് വെയർ ഹ്യൂമൻ എറ ഹാസ് റീച്ച്ഡ്. ആക്ച്വലി ഇത് ഇപ്പോൾ പേഴ്സണലി സംബന്ധിച്ചിടത്തോളം AI വളർച്ചയേക്കാളുപരി ചില സമയങ്ങളിൽ ഞാൻ ഫാൻറ്റസൈസ് ആവുന്ന കുറച്ച് കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ Voyager 1, you all know, right? The machine which NASA launched in 1977. 1977 Voyager NASA launched it. Even in 2016, even though if it is very far, 15 billion light years away from Earth, we are still doing the software update from here in Earth. അപ്പം ആ ലെവലിലെ ടെക്നോളജി അന്ന് ഈ പറഞ്ഞ പോലെ ഒരു ലെറ്റ്സ് സേ ഒരു 2 GB റാം ഉള്ള ഒരു മദർ ബോർഡ് വെച്ചിട്ട് അവർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ ഈ NVIDIA ലാസ്റ്റ് അവരുടെ ഷോക്കേസിൽ അവർ പ്രസൻറ്റഡ് ദ എൻ്റയർ ഇൻ്റർനെറ്റ് ബാക്ക് ബോൺ ലിങ്ക് ആ ലെവലിലേക്ക് സ്കെയിലപ്പ് ആയപ്പം വി കനോട്ട് എക്സ്പെക്ട് എനിത്തിങ് ലെസ് ദെൻ വാട്ട്സ് ആക്ച്വലി ഹാപ്പനിങ്. ഇനി ഒബ്വിയസ്ലി ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ദർ ആർ എ ലോട്ട് ഓഫ് ടൂൾസ്, ബിക്കോസ് ഇപ്പം രജ പറഞ്ഞതുപോലെ അറ്റാക്സ് ഹാസ് ബിക്കം വെരി ചീപ്പ്, അറ്റാക്ക് ഹാസ് ബിക്കം വെരി ഫാസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് ഈവൻ മോർ സ്കെയിലബിൾ ദെൻ ഹൗ ഇറ്റ് ഈസ് റൈറ്റ് നൗ. പണ്ടൊരു ഹൈലി ടെക്നിക്കലായിട്ടുള്ള ഒരാൾ ഒരു 2-3 ടോർ നോഡിൻ്റെ പുറകിലിരുന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നതിനേക്കാളും ടു gather that level of information, now it is very easy for him to understand where are these vulnerabilities and what are they, how even it will even give you ways of step by step guide how do you relate to do. അപ്പോൾ പണ്ട് ഇരുന്ന് കോഡ് ചെയ്ത് ഒരു പ്രോഗ്രാം എഴുതി, ഒരു എക്സ്പ്ലോയിറ്റ് എഴുതി ഉണ്ടാക്കി, ഒരു പേലോഡ് ഡിസൈൻ ചെയ്ത് അത് ഡിപ്ലോയ് ചെയ്യുന്നതിനേക്കാളും ഈവൻ ദോ ഒരു സ്ക്രിപ്റ്റ് കിഡീസിന് വരെ നമുക്ക് ഇന്നൊരു സ്കെയിലേക്ക് അത് വളർന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഡിഫെൻഡിങ് മോഡിലേക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാലും വി ഹാവ് സർട്ടൻ ലെവൽ ഓഫ് ടൂൾസ് റൈറ്റ് നൗ. ഫോർ എക്സാമ്പിൾ AI കൊണ്ടുള്ള അറ്റാക്കുകളെ കണ്ടുപിടിക്കാൻ ഒരുപാട് AI
എന്താ പറയുക യൂസ് ചെയ്തിട്ടുള്ള ടൂൾസും ഇന്ന് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ദർ ഇസ് സംതിങ് കോൾഡ് എസ് UEBA, like what is called as a user and entity behavioral analysis. That is something that we deploy in an organization or even ഒരു common networkലോ deploy ചെയ്ത് കഴിഞ്ഞാൽ it will start learning the patterns, how each and every user is behaving in that network. It will try to understand, for example, if it's an organization, it will try to understand എപ്പോഴാണ് ഒരാൾ ലോഗിൻ ചെയ്യുന്നത്, when does he log out from his system, what are the normal processes that he is utilizing. അപ്പോൾ ലെറ്റ്സ് സേ ഇപ്പോൾ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇഫ് മേ ബി അറ്റ് 12 o'clock at night ഒരു റാൻഡം പ്രോസസ്സ് അയാളുടെ സിസ്റ്റത്തിൽ ജനറേറ്റ് ആവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി കൺസിഡർഡ് ആസ് എ സസ്പീഷ്യസ് ആക്ടിവിറ്റി ആൻഡ് സർട്ടൺ സെറ്റ് ഓഫ് ഓട്ടോമേഷൻസ് വിൽ ബി ക്യാരിഡ് ഔട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആ യൂസറെ നെറ്റ്വർക്കിൽ നിന്ന് ക്വാറന്റൈൻ ചെയ്യണോ ഓർ ജസ്റ്റ് ടു കിൽ ദ പ്രോസസ് വാട്ട് ഈസ് റണ്ണിങ്, ആ ലെവലിലേക്കും AI ഈസ് ഹെൽപ്പിംഗ് ഓൺ എ ഗ്രേറ്റർ എക്സ്റ്റെൻറ്റ് ആസ് വെൽ. ഓക്കെ, അപ്പോൾ അതിനോട് ഒരു ആഡ് ഓൺ ആയിട്ട് ചോദിക്കുക. ഇപ്പോൾ ഒരു കമ്പനിയുടെ പെർസ്പെക്റ്റീവിലാണ് ഇപ്പം പറഞ്ഞത്. ഇപ്പോൾ ഒരു സാധാരണ ഒരു ആൾക്കാർ, ഇപ്പം പെൺകുട്ടികളാണെങ്കിലും ആൺപിള്ളേരാണെങ്കിലും നമ്മൾ സൈബർ സെക്യൂരിറ്റി പല രീതിയിലുള്ള അറ്റാക്സ് നമ്മൾക്ക് കണ്ടുവന്നിട്ടുണ്ടാവും. ഇപ്പോൾ എയുടെ ഇൻഫ്ലുവൻസ് വന്നപ്പോൾ അതിൻ്റെ അറ്റാക്കിൻ്റെ തോത് ഭയങ്കര രീതിയിൽ കൂടിയിട്ടുണ്ട്. അതിൻ്റെ തോത് മാത്രമല്ല അതിൻ്റെ വേ ഓഫ് അറ്റാക്ക് അതും നമ്മൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ എങ്ങനെ സേഫായിട്ട് നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാം ടു അവോയ്ഡ് ദ ക്രിട്ടിക്കാലിറ്റി എന്ന രീതിയിൽ പറയുവാണെങ്കിൽ എന്താണ്? ഒരു പരിധി വരെ ലെറ്റ്സ് സേ ഇപ്പം AI കൊണ്ടുണ്ടാവുന്ന ഒരുപാട് അറ്റാക്സ് ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ മാനിപ്പുലേഷൻ ഓഫ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഈവൻ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇംപേഴ്സണൈസേഷൻ അറ്റംപ്റ്റ്സ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കുറേ കേസസ് കണ്ടിട്ടുണ്ട്, ഡീപ്പ് ഫേക്ക് വീഡിയോസ്. ഫോർ എക്സാമ്പിൾ അപ്പുറത്തിരിക്കുന്ന ആൾ ഈ വിൽ ബി സംബഡി എൽസ് ബട്ട് ഹീ ക്യാൻ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ഹിസ് വീഡിയോ സോ ദാറ്റ് ഹീ ലുക്സ് ലൈക്ക് എ പോലീസ് ഓഫീസർ ഓർ ഈവൻ ഹീ ലുക്സ് ലൈക്ക് സംബഡി ഹൂ ഈസ് എൻ ഓഥറൈസ്ഡ് ഗൈ, റൈറ്റ്? സോ അപ്പോൾ അങ്ങനെ ഒരാൾ നമ്മളെ പെട്ടെന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് റീസെൻ്റ്ലി ദർ വാസ് എ ഇഷ്യൂ ദറ്റ് ഹാപ്പൻഡ്. ഐ തിങ്ക് ഒരു റാൻഡം മാൽവെയർ, ഇറ്റ് വാസ് ട്രൈങ് ടു communicate with couple of servers. What they exactly did was they literally called one of the engineer over there saying that ഞാൻ ഇങ്ങനെ ഈ കമ്പനിയുടെ CEO ആണ്, and it was a deep fake video. So I want you to deploy this particular in the branch now itself and I'll send you the code whatever that is required. അപ്പം ആ രീതിയിൽ വരുമ്പം വാട്ട് എ നോർമൽ പേഴ്സൺ കെൻ ഡു, ഒബ്വിയസ്ലി നേരത്തെ പല പാനൽസിലും പറഞ്ഞ പോലെ അവയർനെസ് അല്ലാതെ നമുക്കതിനെ ചെറുത്ത് നിൽക്കാനുള്ളൊരു എന്താ പറയുക ഒരു വേ ഇതുവരെ മനുഷ്യരും കണ്ടുപിടിച്ച് വരുന്നതേ ഉള്ളൂ. കാരണം ഒരു പോലീസുകാരൻ തോക്കുണ്ട്, കള്ളൻ്റെ കയ്യിലും തോക്കുണ്ട്. ഇപ്പം കള്ളൻ്റെ കയ്യിൽ തോക്കുണ്ടെങ്കിൽ കള്ളൻ എന്തെങ്കിലും ചെയ്യാം, പോലീസുകാരാണെങ്കിൽ അതങ്ങനെ ചെയ്യുന്നു. സോ ഇതിൻ്റെ ഒരു ആഡ് ഓൺ ആയിട്ട് ഇപ്പം ഓർഗനൈസേഷൻ പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള ഇമ്പോർട്ടൻസ് ഈ AI കൊണ്ട് വന്നിട്ടുണ്ട്, റജ നേരത്തെ പറഞ്ഞായിരുന്നു. പക്ഷേ അതിൻ്റെ പോലെ തന്നെ നെഗറ്റീവും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ അതിനെ AI ടൂൾസിനെ ഏത് രീതിയിൽ വരെ ഒരു അഡ്വാൻസ് ലെവലിൽ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? അത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാര്യത്തിനും അതിൻ്റെ പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. ഇപ്പോൾ ഈവൻ ഇൻ്റർനെറ്റിൻ്റെ കേസിൽ നമ്മളെങ്ങനെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ അതേ ലെവലിൽ തന്നെ അതിനെ നെഗറ്റീവായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മൾ ഡാർക്ക് വെബ് മോണിറ്ററിങ് സാധനങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇൻ്റർനെറ്റിലുള്ള പബ്ലിക് ഡാറ്റയേക്കാൾ കൂടുതലുള്ളത് ഡാർക്ക് വെബ് ഡാറ്റയാണ്. സോ അതേപോലെ തന്നെ AIക്ക് ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടെങ്കിൽ അതിനൊരു നെഗറ്റീവ് സൈഡും ഉണ്ടാവും. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആര് എങ്ങനെ യൂസ് ചെയ്യുന്നു അനുസരിച്ചിരിക്കും. അപ്പോൾ അറ്റാക്കേഴ്സ് അതിനെ നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുന്നു. സെയിം സാധനം ഇപ്പം അക്ഷയ് പറഞ്ഞതുപോലെ അതിനെ പോസിറ്റീവ് സൈഡിലേക്കും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ഈവൻ നമ്മൾ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനെ വിക്ടിം ഐഡൻറ്റിഫിക്കേഷൻ വിത്തൗട്ട് കണക്റ്റിംഗ് ലൈക്ക് പബ്ലിസൈസിങ് ദ ഡാറ്റ, അങ്ങനെ ഡിഫറെൻറ്റ് യൂസ് കേസസിന് ആൾറെഡി ഇത് പോസിറ്റീവ് സൈഡിലും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡീപ് ഫേക്ക് പോലെ തന്നെ ഡീപ് ഫേക്ക് ഡിറ്റക്ഷനും സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതേപോലെ എല്ലാത്തിനും അതിൻ്റെ ഒരു നെക്സ്റ്റ് സൈഡ് കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അതിപ്പോൾ എൻ്റർപ്രൈസസിൻ്റെ സിറ്റുവേഷനിലാണെങ്കിൽ അക്ഷയ് ആൾറെഡി മെൻഷൻ ചെയ്തു, നമ്മൾ അറ്റാക്ക് ടൂൾസിനെ പോലെ തന്നെ അറ്റാക്ക് ടൂൾസ് എഴുതുന്നത് പോലെ തന്നെ ഡിഫൻഡ് വേസ് SIEM ടൂൾസിനെ മോണിറ്റർ ചെയ്യാനുള്ള ടൂൾസ് ഉണ്ട്. അതേപോലെ അറ്റാക്കിനെ ഡിഫെൻഡ് ചെയ്യാൻ ഇപ്പോൾ ഈവൻ ഇൻ അവർ കേസ് വി ആർ ബിൽഡിംഗ് പെനട്രേഷൻ ടെസ്റ്റിംഗ് ഓട്ടോമേഷൻ.
So it's using AI, completely agentic AI based system. So same way, like we are building something that protect the system as well. So അപ്പോൾ ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം പല രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിപ്പം നമ്മളിപ്പം നമുക്കറിയാം സൈബർ കേസുകൾ ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ സൈബർ കേസുകൾ ഡേ ബൈ ഡേ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഉണ്ടായിരുന്നതിൻ്റെ ഒരു 10 times, മോർ ദാൻ 10 times ഇപ്പോൾ സൈബർ കേസുകൾ കൂടി വരുന്നുണ്ട്. അതിനെ നമുക്ക് ഉണ്ട്, നമ്മൾ പറഞ്ഞ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കതിനെ ആ ഒരു പോസിറ്റീവ് സൈഡ് വെച്ച് അതിനെ ഒരു പരിധി വരെ യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞില്ലല്ലോ, ഒരുപാട് സ്ഥലങ്ങളിൽ ആൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ കേരള പോലീസിൽ തന്നെ നമ്മൾ സിസ്റ്റംസ് ആൾറെഡി ബിൽഡ് ചെയ്യുന്നുണ്ട്. ഈവൻ യൂസിങ് AI, FIR അനാലിസിസ്, ലൈക്ക് വിക്ടിം ഐഡൻറ്റിഫിക്കേഷൻ, അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സാധനങ്ങൾ കൂടി അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ ഒരു 5 വർഷം കഴിയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ AI ബൂമിങ്ങിനെ എങ്ങനെ നമുക്കതിനെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടാണെങ്കിലും 5 വർഷം കഴിയുമ്പോൾ ഏത് ഫീൽഡിൽ നിൽക്കുന്നെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഓക്കെ, അത് വരുമ്പോൾ ഓഫ് കോഴ്സ് ഇനീഷ്യൽ ഇയേഴ്സിൽ ഉറപ്പായിട്ടും ഡേഞ്ചറസ് സൈഡായിരിക്കും കയറി വരുന്നത്. ഈവൻ അറ്റാക്കേഴ്സ് വിൽ ബി പ്രോമിനൻറ്റ് ബിക്കോസ് ദേ ആർ accepting the technology, or they are using the technology without any limitations, like they know how to use it. Over the 5 years, like down the line, all the system will be there to defend as well. So initially the dangerous thing will be high, but later it will be the stable situation, it will be okay. നമ്മളിപ്പോൾ പല കമ്പനിയുടെ പെർസ്പെക്റ്റീവിലാണെങ്കിലും ജനറൽ പെർസ്പെക്റ്റീവിലാണെങ്കിലും സൈബർ സെക്യൂരിറ്റിയുടെ പല തലത്തിലുള്ള ഉള്ള പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഇതിനെ നമ്മളിപ്പം പറഞ്ഞു, ഇപ്പം വീട്ടിലിരിക്കുന്ന ഒരു കുട്ടികളുടെ കേസാണെങ്കിൽ അല്ലെങ്കിൽ അമ്മമാരാണെങ്കിൽ പോലും അവർക്കറിയത്തില്ല ഇത് AI ആണോ അതോ അല്ലെങ്കിൽ റിയൽ പേഴ്സൺ ആണോ വിളിക്കുന്നതെന്ന് അറിയത്തില്ല. ഇപ്പം കുറേ ഇൻസിഡൻറ്റ്, ഇപ്പം അക്ഷയ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീപ് ഫേക്ക് വഴി പല ഇൻസിഡൻസും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കതൊരു ജനറൽ ഇൻസ്ട്രക്ഷൻ, പലരും പലതും പറയുന്നുണ്ട്, പല രീതിയിലുള്ള ഒപ്പീനിയൻസും പറയുന്നുണ്ട്, പല രീതിയിലുള്ള സജഷൻസും പറയുന്നുണ്ട്. പക്ഷേ ഒരു കോമൺ ആയിട്ടുള്ളൊരു സാധനം ഇതുവരെയും നമുക്കത് പറ്റുന്നുണ്ടോ? ഇതിപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് സെറ്റായി വരുന്ന സമയത്ത് നൈജീരിയൻ സ്കാംസ് പോലെ അതേപോലെ, അതായത് ഇപ്പോൾ ഒരാളുടെ ഫേസ് മാറ്റിയാൽ അയാൾ ഇല്ലാത്ത അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യാത്തൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അതിനെ എക്സ്പെക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതായിരിക്കും ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഓപ്ഷൻ. ലൈക്ക് എനിത്തിങ് ദാറ്റ് ടു ഗുഡ് ടു ബി ബിലീവ്, അത് ബിലീവ് ചെയ്യാതിരിക്കുക എന്നുള്ളതായിരിക്കും ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ. കാരണം അത് തന്നെയായിരുന്നു ഇപ്പോൾ ഇനീഷ്യലി സ്റ്റേജസിൽ നമ്മളിപ്പോൾ ഫിഷിംഗ് അറ്റാക്സും സാധനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതൊക്കെ ആയിരുന്നു. എങ്ങനെ ഇത് ഈ പൊസിഷനിൽ വരാൻ പാടില്ലാത്ത സാധനം വന്നു കഴിഞ്ഞാൽ അതിനെ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ല, അത് നേരത്തെ ഒരു കോമൺ സ്ട്രക്ചർ ആയിരുന്നു. ഇപ്പോൾ AI ഇംപ്ലിമെൻറ്റേഷൻ വന്നപ്പോൾ അതുവരെ റൂട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്കതിനെ ഒരു പരിധിവരെ ഓൾമോസ്റ്റ് കുറേ വീഡിയോസ് ഒക്കെ കണ്ടാൽ മനസ്സിലാവും തോന്നുന്നു. എക്സ്പെക്ട് ചെയ്യാത്ത സിറ്റുവേഷനിൽ വരുന്ന സാധനങ്ങളൊക്കെ മനസ്സിലാവും എന്നുള്ളതാണ്. മോസ്റ്റ്ലി AI വീഡിയോസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ മേ ബി അത് പറഞ്ഞ പോലെ കോമൺ ആൾക്കാർക്ക് അത്ര എന്താ പറയുക കയ്യെത്തും ദൂരത്തായിരിക്കില്ല എന്നുള്ളതായി. ഓക്കെ, ഇതിനെക്കുറിച്ചുള്ള അക്ഷയുടെ തോട്ട്സ് എന്താണ്? ഹ്യൂമൻ എറേഴ്സ് ആണ് ഏറ്റവും വലിയ ഇതിൽ എന്തുകൊണ്ടും അതൊരു കോസ് റിലേറ്റ് ആവാനുള്ള ഏറ്റവും വലിയൊരു കാരണം ഈസ് ബിക്കോസ് ഓഫ് ഹ്യൂമൻ എറേഴ്സ്. ആൻഡ് ഹ്യൂമൻസ് ആർ മെൻ ടു മേക്ക് എറേഴ്സ്. സോ ഇഫ് നോട്ട് വി വിൽ ഓൾസോ ബി സംതിങ് ലൈക്ക് എൻ AI. അപ്പം ഡെഫിനറ്റ്ലി ദർ വിൽ ബി ഹ്യൂമൻ എറേഴ്സ്. ലാസ്റ്റ് ഐ തിങ്ക് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ സാംസങ്ങിലൊരു വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് അവിടുത്തെ ഒരു എംപ്ലോയി ഒരു ബഗ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എൻ്റയർ കോഡ് ബ്രാഞ്ച് എടുത്ത് GPT-യിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഇഫ് എൻ ഓർഗനൈസേഷണൽ കംപ്ലയൻസ് അത്രയും ക്രിട്ടിക്കൽ അല്ലാതിരിക്കുന്നൊരു സമയത്ത് ഇൻഡിവിജ്വൽ എത്രത്തോളം സേഫ് ആണെന്നുള്ള ക്വസ്റ്റൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ആസ് എ റിസൾട്ട് സാംസങ് ആ ഒരു എനിക്കൊന്ന് 2-3 മാസത്തേക്ക് എൻ്റയർ ChatGPT അവരുടെ നെറ്റ്വർക്കിൽ ബാൻഡ് ആയിരുന്നു. അപ്പം ഇത് പ്യുവർലി ബേസ്ഡ് ഓൺ അവയർനെസ് ഇല്ലായ്മ ആവാം. പക്ഷേ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല അതുപോലൊരു കമ്പനിയിൽ അതുപോലൊരു ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇത്ര അവയർനെസ് അല്ലാതെ ഒരു കാര്യം ചെയ്യുന്നുള്ളത്. It's pretty common human error, I believe, and human error will always be there till humans exist. There is nothing much we can do about it. ഓക്കെ, നമ്മളിപ്പം പല രീതിയിലുള്ള അറ്റാക്സും അതുപോലെ തന്നെ പല രീതിയിലുള്ള ഇഷ്യൂസും നമ്മൾ AI പെർസ്പെക്റ്റീവിൽ നമ്മൾ കാണുന്നതുകൊണ്ട് അതിൻ്റെ അകത്ത് ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു
ഒരു സാധാരണക്കാരൻ്റെ അല്ലാതെ ഒരു കമ്പനി പെർസ്പെക്റ്റീവിൽ ഒരു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം കൂടിയിട്ടുണ്ട് സൈബർ സെക്യൂരിറ്റി പെർസ്പെക്റ്റീവിൽ പണ്ടത്തെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ? ഇപ്പം രജ പറഞ്ഞതുപോലെ ഫിഷിംഗ് ഇമെയിൽസ് പണ്ട് നമുക്കൊരു പരിധി വരെ നമുക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുമായിരുന്നു. കാരണം ദർ വിൽ ബി ഗ്രാമാറ്റിക്കൽ എറേഴ്സ്, ദർ വിൽ ബി ഒരു കോണ്ടെക്സ്റ്റും ഇല്ലാത്ത കുറേ ഇൻഫർമേഷൻസ് ഉണ്ടാവാം, ഫോളോഡ് അപ്പ് ബൈ എ ലിങ്ക്, അങ്ങനെ ആയിരുന്നു സാധാരണ. പക്ഷെ ഇപ്പം normally there are a lot of models that run, they scrap the data from LinkedIn, they'll tell you the entire persona of yours. It's very difficult to identify ഇതിൽ ലോജിക്ക് ഇല്ലാത്തതാണോ വന്നത് അതോ, കാരണം റീസെൻ്റ്ലി നമുക്കൊരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇറ്റ് വാസ് പ്യുവർലി ബേസ്ഡ് ഓൺ ഫിഷിംഗ് ഇമെയിൽ അറ്റംപ്റ്റ്. അപ്പം അതിൻ്റെ ഇമെയിൽ ത്രെഡ് വാസ് നോട്ട് ജസ്റ്റ് എ റാൻഡം അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നില്ല, അല്ലെങ്കിൽ ഒരു സ്കാം മെസ്സേജ് ആയിരുന്നില്ല. അതൊരു പ്രോപ്പർ ഷെഡ്യൂൾഡ് ആയിട്ടുള്ളൊരു മെസ്സേജ് ആയിരുന്നു, ഡിസ്ക്രൈബിങ് എവറിത്തിങ് ദറ്റ് പേഴ്സൺ ഹാസ് ബീൻ ഡൂയിങ് സോ ഫാർ ഇൻ ദ കമ്പനി ആൻഡ് വിത്ത് റെസ്പെക്ട് ടു വാട്ട് ഹിസ്. കാരണം നമുക്കിപ്പം GPT-യിൽ ഞാൻ എന്താണ് ചെയ്യണതെന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടെൽ മീ ആഫ്റ്റർ 5 years എനിക്ക് എന്തൊക്കെ ചെയ്യാം. അങ്ങനെ ഒരു സ്കോപ്പും കൂടെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഇമെയിൽ ആയിരുന്നു വന്നിരുന്നത്. അപ്പം for a normal person, when they read it, it is something that is very genuine that can come in. And when you അത് വരുന്ന ഇമെയിൽസ് ആണെങ്കിൽ കൂടിയിട്ടും we call it either it will be like a fat finger algorithm based ഡൊമൈൻസ് ആയിരിക്കാം. ഇപ്പം GOOGLEക്ക് വരും G0GLE.com എന്നാവാം. സാധാരണക്കാരൻ കാണുമ്പോൾ ഇറ്റ് ഇസ് ജസ്റ്റ് ദാറ്റ്. സോ അതെല്ലാം വളരെ കൂടിയിട്ടുണ്ട് ഈ കാലത്ത്. പക്ഷേ ഡിഫെൻസീവ് ഇപ്പം ആസ് എ സൈബർ സെക്യൂരിറ്റി കമ്പനി നമ്മൾ ചെയ്യുന്നതും ഇതിനെ മാനുവലി അനലൈസ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഹാർഡ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു നെറ്റ്വർക്ക് സെക്യൂരിറ്റി ടൂൾ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വലിയൊരു നെറ്റ്വർക്ക് ആണെങ്കിൽ ദർ വിൽ ബി ലോട്ട് ഓഫ് അലേർട്സ് എവറി ഡേ. അപ്പോൾ ഒരു മാനുവൽ പേഴ്സണ് ആ അലേർട്സിൽ കൂടെ കയറി ഇറങ്ങി 10,000 20,000 അലേർട്സ് എ ഡേ തീർക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഹ്യൂജ് ടാസ്ക്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ ഏജൻറ്റിക് AI വരും. ആൻഡ് ദെൻ ദർ ഈസ് റീസെൻ്റ്ലി സംതിങ് കോൾഡ് ആസ് ആൻ ആംബിയൻ്റ് AI. സോ ബേസിക്കലി നമ്മളിപ്പോൾ അവിടെ ഒരു സൊല്യൂഷൻ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന അലേർട്സിനെ ഓട്ടോമാറ്റിക്കലി അത് അനലൈസ് ചെയ്യുന്നു, അതിന് വേണ്ട റെസ്പോൺസ് എന്താ ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്നു. അത് ഏത് പെരിമീറ്റർ, അത് ഏത് നെറ്റ്വർക്ക് ഡിവൈസിൽ അതിൻ്റെ റെസ്പോൺസ് നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ദാറ്റ് ലേണിംഗ് കർവ്, അതായത് ആ ഓർഗനൈസേഷൻ്റെ വേ ഓഫ് വർക്കിംഗ് അനുസരിച്ച് ആ ഒരു പർട്ടിക്കുലർ മോഡലിന് ട്രെയിൻ ആയി വരാൻ ഇറ്റ് വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് 10-20 days ഓർ മേ ബി മോർ ദൻ ദാറ്റ്. ആ ഒരു ലേണിംഗ് കർവിൽ ഒരു പക്ഷേ ഒരു പരിധിവരെ കുറേ ഫാൾസ് പോസിറ്റീവ് ആയിട്ടുള്ള അലേർട്സ് ഉണ്ടാവാം. അപ്പം അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു ഓവർ ഹെഡ് തന്നെയാണ് ടിൽ ദറ്റ് മോഡൽ കം ഇൻ ടു എ സ്റ്റേബിൾ സെനാരിയോ നമുക്കത് എത്രത്തോളം കവറപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, അതിനോട്ട് ആഡ് ഓൺ ചെയ്തൊരു ചോദ്യം ചോദിക്കുക. നമ്മളിപ്പോൾ അറിയാവുന്ന കേസാണ്, നമ്മളിപ്പോൾ പല AI ടൂൾസും എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡേറ്റാസ് ഉൾപ്പെടെ പലതും അതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അത് പോസിറ്റീവ് സൈഡും അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡും എന്താണെന്ന് പറയണമെന്നുണ്ട്. പോസിറ്റീവ് സൈഡ് നമുക്ക് കുറേ ഇമേജസ് ഉണ്ടാക്കാം. ഞാൻ ബിൽ ക്ലിൻ്റനായിട്ട് നിൽക്കുന്ന ഇമേജ് ഉണ്ടാക്കാം, കുറേ പരിപാടികൾ ചെയ്യാം. പക്ഷേ നെഗറ്റീവ് സൈഡ് ഈ പറഞ്ഞ പോലെ ആ ഡേറ്റ എവിടെ സെർവ് ആവുന്നു, ആ ഡേറ്റ ആര് ഹാൻഡിൽ ചെയ്യുന്നു, അതിൻ്റെ കംപ്ലയൻസസ് എന്താണ്, അതിന് പ്രോപ്പർ ഇപ്പം നമ്മളിപ്പം ഇപ്പം ഈ പറഞ്ഞ മേജർ ലൈനിലുള്ള കുറേ AI ഡിവൈസസ്, സോഫ്റ്റ്വെയർസ് ഉണ്ട്. ChatGPT ആവട്ടെ, ക്ലൗഡി ആയിക്കോട്ടെ, പലതായിക്കോട്ടെ. പക്ഷേ ഇതല്ലാതെ ഈ പറഞ്ഞ പോലെ ചെറിയ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ്, ഈ ചെറിയ വീഡിയോ മേക്കിംഗ് സോഫ്റ്റ്വെയർസ്, ഇതെല്ലാം ഒരു പരിധിവരെ നമ്മുടെ ഡേറ്റ നമുക്ക് എന്താണെന്നുള്ള, ഇപ്പം ChatGPT ആസ് എ ഹോൾ ഇപ്പോൾ കുറേ രാജ്യത്ത് ഒരുപാട് കംപ്ലൈൻറ്റ്സ് ഉണ്ട് ChatGPTക്ക് വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ. പക്ഷേ അതൊന്നും ഇല്ലാതെ ഇരിക്കുന്ന പല സോഫ്റ്റ്വെയർസും ഉണ്ടാവാം. സോ അതിപ്പം ഇറ്റ്സ് എ പേഴ്സണൽ ചോയ്സ് ഐ വുഡ് സേ. എന്താണ് റജയുടെ അഭിപ്രായം? അക്ഷയ് പറഞ്ഞ പോലെ തന്നെ അതായത് ഇപ്പോൾ ഒരു എൻ്റർപ്രൈസ് കമ്പനി പെർസ്പെക്റ്റീവിലാണെങ്കിൽ ദർ വിൽ ബി കംപ്ലയൻസ് റൂൾസ്, അതേപോലെ എന്ത് ഷെയർ ചെയ്യാം, എന്ത് ഷെയർ ചെയ്യരുത്, ഏത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണം, അതിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഏത് വരെയുള്ള ഡാറ്റകൾ അനോണിമൈസ് ചെയ്യണം, അനോണിമൈസ് ചെയ്യാതെ ഏതൊക്കെ ഡാറ്റ കൊടുക്കാം എന്നതിനൊക്കെ റൂൾസ് ഉണ്ടാവും. അപ്പം ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവിൽ അത് ആരും ഡിഫൈൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ടും ഈ ഡാറ്റ എന്തായാലും ട്രെയിനിങ് പർപ്പസിന് എന്തായാലും യൂസ് ചെയ്യും. അതുകൊണ്ടാണല്ലോ അവർ, അതായത് നത്തിങ് ഈസ് ഫ്രീ, നമുക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ദേ ആർ യൂസിങ് അവർ ഡാറ്റ. അപ്പോൾ മേ ബി ഈ ഇമേജസ് വെച്ചിട്ടായിരിക്കും അടുത്ത ട്രെയിനിങ് നടക്കുന്നത്, നമ്മൾ കൊടുക്കുന്ന ഇമേജസിൻ്റെ പുറത്ത് വെച്ചായിരിക്കും. അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഷെയർ ചെയ്യാതിരിക്കാം. അപ്പോൾ അത് പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷേ ഒരു കമ്പനിയുടെ പെർസ്പെക്റ്റീവിൽ വരുമ്പോൾ ദർ ഷുഡ് ബി ലൈക്ക്
ഗാർഡ് റെയിൽസ്. ഇപ്പോൾ എനിക്ക് പല കമ്പനീസിനെ അറിയാം, അവർ അവരുടെ കസ്റ്റമർ ക്രിട്ടിക്കൽ ഡാറ്റ ഡൗൺലോഡ് ചെയ്ത് നേരെ ക്ലൗഡ് കോഡ് വെച്ച് പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പം അവർക്ക് ശരിക്കും ക്ലൗഡ് കോഡ് വെച്ചുള്ള API ഡയറക്റ്റ് യൂസ് ചെയ്താൽ ആ ഡാറ്റ ഡയറക്റ്റ്ലി ലീക്കിംഗ് ആണ് എന്ന് അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. അപ്പം ഈ സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഡാറ്റ എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് ഒരു അവയർനെസ് ഇൻസൈഡ് കമ്പനി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈവൻ ഞങ്ങളുടെ കമ്പനിയുടെ കേസിലാണെങ്കിൽ പോലും വി ഹാവ് സം റൂൾസ് ലൈക്ക് കോഡ് ഇന്ന ഇതിലെ ഇങ്ങനെ കൊടുക്കാവൂ, ഇങ്ങനെ അതിനെ ട്രെയിനിങ് അല്ലെങ്കിൽ അതിനെ കോഡ് ജനറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാവൂ എന്ന് കുറച്ച് സ്റ്റാൻഡേർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെവിടെ എല്ലായിടത്തും ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ. AI സൈബർ സെക്യൂരിറ്റിയിലുള്ള ജോലി സാധ്യത കൂട്ടുകയാണോ ചെയ്യുക, കുറക്കുകയാണോ ചെയ്യുക? ഡയറക്റ്റ് പറഞ്ഞാൽ കുറയ്ക്കുകയാണ് ചെയ്യുക. ലൈക്ക് ഇപ്പോൾ നമ്മുടെ കേസിലാണെങ്കിൽ ഒരു 10 പേരുണ്ടായിരുന്ന വർക്ക് ഇപ്പോൾ 1-2 പേർക്ക് ചെയ്യാം. പക്ഷേ അത് കംപ്ലീറ്റ്ലി സൈബർ സെക്യൂരിറ്റി ജോബിനെ റിമൂവ് ചെയ്യാനൊന്നും പോകുന്നില്ല. എനിവേ അവിടെ എന്തായാലും ഹ്യൂമൻ ഇൻ ദ ലൂപ്പ് സിസ്റ്റംസ് എന്തായാലും ആവശ്യം ഉണ്ടാവും. കംപ്ലീറ്റ്ലി ഓട്ടോണമസ് ആയിട്ട് ഈവൻ അവർ സിസ്റ്റം ഈസ് കംപ്ലീറ്റ്ലി ഓട്ടോണമസ് പറയാം. പക്ഷേ അതിനെ ട്രെയിൻ ചെയ്തെടുക്കാനും അതിനെ സെറ്റപ്പ് ചെയ്തെടുക്കാനും നമുക്ക് എന്തായാലും ഹ്യൂമൻസ് ആവശ്യമുണ്ട്. അപ്പോൾ ആ സ്കില്ലുകൾ കൂടിയുള്ള ആൾക്കാരെ വളർത്തിയെടുക്കുക എന്നുള്ളതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ. ഇപ്പം വൈബ് കോഡിങ് ഭയങ്കര പോപ്പുലറാണല്ലോ. അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു ഡെവലപ്പർ അല്ല, പക്ഷെ ഞാൻ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു ഇൻറ്റേർണൽ ടൂൾ ഡെവലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഞാൻ കുറച്ച് ആപ്പുകളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഈസി പോസിബിളാണ്. ഇപ്പം ഞാനൊരു ചാലഞ്ച് പോലെ ഒരു ദിവസം കൊണ്ട് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യണമെന്ന് കൊണ്ട് 1 ദിവസം കൊണ്ട് സാധനം ചെയ്തു. പക്ഷേ വിഷയം എന്താ വെച്ചാൽ ഇതിൻ്റെ സെക്യൂരിറ്റി ഭയങ്കര ഇഷ്യൂ ആണ്. നമ്മളിത് ഷിപ്പ് ചെയ്യുമ്പോൾ ഡെവലപ്പിംഗ് അറിയാത്ത ഞാനിത് ഷിപ്പ് ചെയ്യുമ്പോൾ എത്രത്തോളം സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളൊരു വിഷയം. അപ്പോൾ ഈ വൈബ് കോഡിങ് എന്ന് പറയുന്നത് ഭയങ്കര എന്താണ് പ്രോമിസിങ് ആയിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ ഈ സെക്യൂരിറ്റിയാണ് ഇപ്പോഴും പിന്നെ അത് എത്രത്തോളം വയബിൾ ആണ് ഒരു കമ്പനിയെ സമയത്തുള്ള ഒരു വൈബ് കോഡർ എന്തുകൊണ്ട് ഹയർ ചെയ്യുന്നില്ല, മറിച്ച് എന്തുകൊണ്ട് ഒരു ശരിക്കുള്ള ഡെവലപ്പറെയും ഒരു സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ടിനൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ വൈബ് കോഡിൻ്റെ ഒരു വയബിലിറ്റി എത്രത്തോളം ഉണ്ട്, അതായത് സെക്യൂരിറ്റി ത്രെറ്റിനെ പിന്നെ എത്രത്തോളം ഒരു വൈബ് കോഡർക്ക് പിന്നെ മനസ്സിലാക്കിയിട്ട് അത് ഷിപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം. അതായത് ഓക്കെ, അതായത് ഇപ്പോൾ വൈബ് കോഡിങ് ഇപ്പോൾ സ്റ്റാൻഡേർഡാണ് ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളിലും. ഈവൻ ഡെവലപ്പ് ചെയ്യുന്നവരാണെങ്കിൽ പോലും വൈബ് കോഡ് എന്ന് പറയില്ല, പക്ഷെ അവർ അസിസ്റ്റഡ് ഡെവലപ്മെൻ്റ് ആയിരിക്കും ചെയ്യുന്നത്. കാരണം ആ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്തായാലും ഇതേപോലെ തന്നെ ഇപ്പം ഡെവലപ്മെൻറ്റ് സൈഡിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് പോലെ തന്നെ സെക്യൂരിറ്റി സൈഡിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ക്ലൗഡ് കോഡ് സെക്യൂരിറ്റി ലാസ്റ്റ് 2 വീക്സ് ബാക്ക് അവരൊരു മൊഡ്യൂൾ പബ്ലിഷ് ചെയ്യും എന്ന് പറഞ്ഞു. അത് സ്റ്റാറ്റിക് കോഡ് അനാലിസിസാണ്. അപ്പം നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന സാധനങ്ങൾ ഇതേപോലെയുള്ള സ്റ്റാറ്റിക് കോഡ് അനാലിസിസ് അല്ലെങ്കിൽ വൈബ് അനാലിസിസ് ടൂൾസും ഉണ്ട് സെക്യൂരിറ്റി പെർസ്പെക്റ്റീവിൽ. അപ്പോൾ അതിലൂടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അവർ കുറേയൊക്കെ വൾണറബിലിറ്റീസ് കണ്ടുപിടിക്കും, അത് ഫിക്സ് ചെയ്യും. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതാണെങ്കിൽ പെനട്രേഷൻ ടെസ്റ്റിംഗ് ഓട്ടോമേഷനാണ്, അതും ഏജൻറ്റിക് AI ബേസ്ഡ്. അപ്പോൾ ഇങ്ങനെയുള്ള ടൂൾസ്, അതായത് സെക്യൂരിറ്റി സൈഡിലും ഇതേപോലെ വൈബ് കോഡിനെ എങ്ങനെ സെക്യൂർ ആക്കാം അല്ലെങ്കിൽ അതേപോലെയുള്ള ടൂൾസും ഡെവലപ്പായി വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഫാസ്റ്റ് ആവുന്നതനുസരിച്ച് ഇവിടെയും ഫാസ്റ്റ് ആവുന്നുണ്ട്.
ആ ടൂൾസ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ സൊല്യൂഷൻ. വൈറ്റ് കോഡ് ചെയ്താൽ അത് വയബിൾ അല്ല എന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. ഓൾമോസ്റ്റ് 50-60% കോഡ് ഇപ്പോൾ LLMs ആണ് ജനറേറ്റ് ചെയ്യുന്നത്. So that's it. Thank you so much, sir. We would love to welcome Mr. Shihab Mecheri, CEO of Aeronaut Knowledge City, to hand over a gesture of appreciation to all these wonderful speakers we have on board. Can we have a big round of applause to these wonderful speakers and for this session? That was a very interesting session on AI and cyber threats, the risk, challenges and safeguards. Starting from Mr. Kumareshan CS, the community coordinator, KDIS. And I would like to welcome Mr. Reja Rahim, co-founder and CEO of Beagle Security. നമുക്ക് നന്നായിട്ട് കൈയടിക്കാം. Everybody together. That's how we show the respect to the people who were here on board. Next, Akshay Mohan, Lead Solutions Engineering in Spark Solutions Private Limited. Mr. Akshay Mohan. Thank you so much, sir.